ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യോ യൂസ് ചെയ്ത് ഞാൻ ചെയ്തൊരു ഹെഡ് ബാൻഡാണ്. നിങ്ങൾക്കതൊരു ഹെഡ് ബാൻഡായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇയർ വാർമറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ പ്ലസ് അക്രിലിക് ബെൻഡായിട്ടുള്ളൊരു യാണും 4.5 mm ക്രോഷ്യോ ഹുക്കുമാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഹെഡ് സൈസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന എൻ്റെ ഇപ്പോൾ ഒരു ഹെഡ് സൈസ് എന്ന് പറയുന്നത് ഒരു 22 ഇഞ്ചസ് ആണ്. അപ്പോൾ ആ ഒരു ഹെഡ് സൈസാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന സെയിം മെഷർമെൻറ്റ്സ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ എന്നേലും കൂടുതലോ കുറവാണെങ്കിൽ നിങ്ങൾ ചെയിന് ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്യുക. എന്നിട്ട് വെച്ച് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയിൻസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഹെഡ് സൈസ് അതിനനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുവാണ്. ഇതിലേക്ക് ഞാനൊരു 81 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഈ 81 ചെയിൻ സ്റ്റിച്ചിൽ 80 ചെയിൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബാലൻസ് ഉള്ള 1 സ്റ്റിച്ച് ഞാൻ സ്കിപ്പിംഗ് ചെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഫുൾ പ്രോഡക്റ്റ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യോ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഹെഡ് സൈസ് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എൻ്റെ ഒരു ഹെഡ് സൈസ് അനുസരിച്ചുള്ളതാണ് ഞാൻ ഈ ഒരു ബേസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 81 സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു 81 സ്റ്റിച്ചസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള വർക്ക്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 സ്റ്റിച്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. +1 സ്റ്റിച്ച് സ്കിപ്പിംഗ് ആണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 80th സ്റ്റിച്ചിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചെയിൻ ലീവ് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തു. സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നത് ഇൻസേർട്ട് യാൺ ഓവർ ടു 2 ലൂപ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ ഉള്ള എൻറ്റയർ ചെയിൻ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു റോയുടെ ഫൈനൽ സ്റ്റിച്ചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഫൈനൽ സ്റ്റിച്ചും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. സിംഗിൾ ക്രോഷ്യോ യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ആ ഫുൾ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ നമ്മളൊരു ചെയിൻ സ്കിപ്പിംഗ് ചെയിനായിട്ട് ഇട്ടതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും സെയിം തന്നെ നിങ്ങൾ ഒരു ചെയിനും കൂടെ എക്സ്ട്രാ ലീവ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത ചെയിൻ യൂസ് ചെയ്യാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള എത്ര ചെയിൻ സ്റ്റിച്ചാണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ ഓരോ റോ ക്രിയേറ്റ് ചെയ്യുമ്പോഴുണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ പുതിയ റോ ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു സ്റ്റിച്ച് നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് തന്നെ മാറും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റോ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ചെയിൻ 1 ചെയ്യുവാണ്. അതിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. ഈ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് മുകളിലേക്കുള്ള റോയിൽ നമ്മൾ ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. ഇതൊരു ഹെഡ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു രീതിയിലുള്ള പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വി സ്റ്റിച്ചിൽ ശ്രദ്ധിക്കുക. വി സ്റ്റിച്ചിൽ 2 ത്രെഡ് ഉണ്ടാവും. അതിൽ 2 ത്രെഡ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ത്രെഡിന് അതിന് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും, ബാക്കിലുള്ള ത്രെഡിന് ബാക്ക് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ബാക്ക് ലൂപ്പ് ഒള്ളിയാണ് എടുക്കുന്നത്. അതായത് ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ആ വി സ്റ്റിച്ചിൽ ഫ്രണ്ടിലുള്ള ത്രെഡിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യരുത്, ബാക്കിലത്തെ ആ സിംഗിൾ ത്രെഡിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നോർമലായിട്ടുള്ള സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ഇതിലുള്ള ആ ബാക്കിലുള്ള ത്രെഡ് മാത്രം ബാക്ക് ലൂപ്പിലൂടെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്യണം. അങ്ങനെ നമ്മൾ ആ എൻറ്റയർ 80 സ്റ്റിച്ചുകളിലും ഈ സെയിം ബാക്ക് ലൂപ്പിൽ മാത്രം നിങ്ങൾ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് പോവുക. യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോഴേക്കും 2 വി സ്റ്റിച്ചിലുള്ള 2 ത്രെഡും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഹെഡ് ബാൻഡിൻ്റെ ഒരു മോഡലായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലെ ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഞാനത് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണത് വരുന്നതെന്ന് നോക്കാം.
ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലോസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ, അതിൽ ഉള്ള ആ വി സ്റ്റിച്ച് അതിൽ ആ ബാക്കിലത്തെ ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നോർമലായിട്ട് സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നു. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നിങ്ങൾ ആ ബാക്ക് ലൂപ്പ് മാത്രം എടുക്കുക. അങ്ങനെ തന്നെ കംപ്ലീറ്റ് റോ കംപ്ലീറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഭാഗത്തുള്ള ത്രെഡ് ഫ്രണ്ട് ലൂപ്പും നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് വരുന്നത് ബാക്ക് ലൂപ്പുമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു സ്റ്റിച്ച് കാണുമ്പോൾ തന്നെ. എന്നിട്ട് ബാക്ക് ലൂപ്പിൽ മാത്രം ഇപ്പോൾ ആ സ്റ്റിച്ചുകളെല്ലാം ചെയ്തു പോവുക. അപ്പോൾ നമ്മുടെ ആ റോയുടെ ഫൈനൽ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആ റോയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ, അതായത് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ആ സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് ഇതേ സെയിം ഇതായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ 1 ടേൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുക, ആ സ്കിപ്പ് ചെയ്ത ചെയിനിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടുള്ള വി സ്റ്റിച്ച് എടുക്കുക. വി സ്റ്റിച്ചിൽ ഫ്രണ്ട് ലൂപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത്, ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ പ്രോജക്റ്റും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ബാക്ക് ലൂപ്പ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സ്റ്റിച്ചിലെങ്കിലും നിങ്ങളത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് അതൊരു വലിയ മിസ്റ്റേക്ക് ആവും. അതിൻ്റെ ഷേപ്പും ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ പാറ്റേണൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് പോകാൻ. കണ്ടോ, ഇപ്പോഴാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരു 2 ലെയേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ വിസിബിളി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് എപ്പോഴും നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥലത്ത് ബാക്ക് ലൂപ്പ് എടുത്ത് പിന്നെ നിങ്ങൾ ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് എടുത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. കാരണം അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എൻറ്റയർ പ്രോജക്റ്റിനെ അത് ബാധിക്കും. അപ്പോൾ അത് നോക്കി സ്ലോ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഞാനൊരു 14 സ്റ്റിച്ചസ് അങ്ങനെ സെയിം രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴുള്ള ലുക്കാണിത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. വളരെ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചെയ്തെടുക്കുമ്പോൾ. ഹെഡ് ബാൻഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചെയിനിൽ പോലും നിങ്ങളുടെ മിസ്റ്റേക്ക് വരാതെ ആ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഞാനൊരു 14 ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിന് ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങളുടെ ഹെഡിനനുസരിച്ച് ഉള്ള വലിപ്പം എടുക്കുക ചെയിൻ സ്റ്റിച്ചായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു 14 സ്റ്റിച്ച് വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ടെയിൽ എൻഡ് കട്ട് ചെയ്തു. ടെയിൽ എൻഡ് കട്ട് ചെയ്തതിന് ശേഷം ഞാനത് ഉള്ളിലേക്ക് തന്നെ ഹൈഡ് ചെയ്യുവാണ്. അപ്പോൾ ടെയിൽ എൻഡ് എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും അറിയാത്തവർ, നിങ്ങൾ ടെയിൽ എൻഡ് എപ്പോഴും ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യുമ്പോൾ അത് അറിയാത്ത രീതിയിൽ തന്നെ വേണം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊങ്ങി നിൽക്കുന്ന ഓരോ ലൂപ്പിലൂടെയും പതുക്കെ വേണം. ഒരിക്കലും നിങ്ങൾ ഭയങ്കരമായിട്ട് വലിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഭയങ്കരമായിട്ട് നിങ്ങൾ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ടൈറ്റ്നെസ് കൊണ്ട് അതിൻ്റെ എൻറ്റയർ ഷേപ്പ് തന്നെ മാറും. അപ്പോൾ ഒരിക്കലും നിങ്ങളത് പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യരുത്. ലൂസും അല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ നിങ്ങളൊരു ബാലൻസിൽ വേണം അത് ഇൻസേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാൻഡമായിട്ടുള്ള തൊട്ടടുത്തടുത്തുള്ള സ്റ്റിച്ചുകളിൽ തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ത്രെഡുകളെല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ആ ഒരു ബാൻഡ് കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ബാൻഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളത് ഹാഫാക്കി ഒന്ന് മടക്കുക. മടക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെക്കാൻ നോക്കുക. പകുതി എന്നുള്ള രീതിയിൽ ഇതൊന്നൊന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഇത് ബാക്കി പകുതി ഫ്രണ്ടിലേക്ക് മടക്കുകയും മറ്റേത് ബാക്കിലേക്ക് മടക്കുകയും ചെയ്യുക. ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതിൽ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ പിടിച്ച് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അത് ജോയിൻ ചെയ്യുവാണ്. ആ ഒരു പൊസിഷനിൽ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ 4 മടക്കും ഒരുമിച്ച് ചേർത്ത് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം പോലും നിങ്ങൾ വിട്ടുപോകരുത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് 4 എണ്ണവും കൂടി ചേർത്ത് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിങ്ങളത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ എൻഡ് പോർഷൻ നേരത്തെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഹൈഡ് ചെയ്യുക.
ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ചുകളിൽ തന്നെ ഹൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റായിട്ട് ആ പ്രോഡക്റ്റ് വരുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിനി എങ്ങനെയാണത് റിട്ടേൺ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റണേ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ത്രെഡ് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഒരു ടൈലെൻഡും കൂടെ ബാലൻസ് ഉണ്ടാവും. അതും നിങ്ങൾ ഇതേപോലെ തന്നെ വീണ്ടും ഹൈഡ് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാ ത്രെഡും നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹെഡ് ബാൻഡ് ഫോം ആയിരിക്കുന്നത് നല്ലപോലെ കാണാം. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ ഹെഡ് ബാൻഡ് അല്ലെങ്കിൽ ഒരു ഇയർ വാർമർ എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹെഡ് ബാൻഡായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ ഒരു ഇയർ വാർമറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബേസിക് സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഈ ബേസിക് സ്റ്റിച്ചുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് വഴി പറഞ്ഞു തരിക. ഞാൻ നെക്സ്റ്റ് ടൈം അത് തിരുത്താൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ക്രോഷ്യോ റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.